അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ ആളുകളൊക്കെ കടന്നു വരുമല്ലോ, ബന്ധുക്കളും അല്ലാത്തവരും ആരൊക്കെ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭർത്താവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് അപ്പുറത്താണെങ്കിൽ പോലും വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യയ്ക്ക് സമ്മതം ചോദിക്കണം. ഭർത്താവിനോട് അവർ ഇങ്ങോട്ടേക്ക് കയറട്ടെ എന്നൊരു സമ്മതം ചോദിക്കൽ അനുവദനീയമാണ്. ഇസ്ലാം പറയുന്നു, ഭാര്യ ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ ഒരാളെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പറയണം, ഇന്ന ആൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവിടെ വീട്ടിലേക്ക് കടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതം മേടിക്കണം. സമ്മതമില്ലാത്ത ഒരാൾ വീട്ടിലേക്ക് കടന്നു വരാൻ ഭാര്യയ്ക്ക് അനുവാദമില്ല. ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ ഒരാളെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അതിവിടെ പറയുന്നുണ്ട്. ഭർത്താവിന് അനുവാദമില്ലാതെ വീട്ടിലേക്ക് ഭാര്യയ്ക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. വലാ തഅദനു ഫീ ബൈതിഹി വശാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ആ വീട്ടിൽ ഭർത്താവ് ഉണ്ട്. ഭർത്താവ് ചിലപ്പോൾ വലിയ വീടായിരിക്കാം, ചിലപ്പോൾ മുകളിലുണ്ടാകും, ചിലപ്പോൾ അപ്പുറത്തിടങ്ങി ഉണ്ടാകും. വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഭർത്താവുണ്ട്. അവിടെ ഷാഹിദായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കാതെ വീട്ടിലേക്ക് ഒരാളെയും ക്ഷണിക്കാൻ പാടില്ല. അതായത് വലാ തഅദനു ഫീ ബൈതിഹി, അവരുടെ വീട്ടിലേക്ക് സമ്മതം കൂടാതെ, ഓ ഷാഹിദുനില്ല ബിഇദ്നിഹി, ഭർത്താവിന് സമ്മതം കൂടാതെ, അവിടെ ഹാജരായിരിക്കുന്ന ഭർത്താവിന് സമ്മതം കൂടാതെ ഒരാളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് അനുവദനീയമല്ല. അപ്പോൾ സമ്മതം ചോദിച്ചിട്ടാണ്, ഭർത്താവിന് സമ്മതം ചോദിക്കണം. ഇന്ന ഒരാൾ കടന്നു വരുന്നുണ്ട്, നമ്മൾ ഇന്ന ആൾ വരുന്നുണ്ട്, എന്താക്കണം? ഇപ്പോൾ ഭർത്താവ് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറാൻ പാടില്ല. അതാണ് നിയമം. ഇനി എന്താണ്? ഭർത്താവിന് സമ്മതം, ആര് കയറി വരുന്നുണ്ടെങ്കിൽ ഭർത്താവിന് വളരെ സമ്മതമാണ്. ഭാര്യയോട് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ സമ്മതം ഒന്ന് ചോദിക്കണമെന്നില്ല, സമ്മതം എനിക്ക് ഉണ്ട് എന്ന് ഭർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഓഫർ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്താക്കാം? വീട്ടിലേക്ക് ക്ഷണിക്കാം, വീട്ടിലേക്ക് വന്ന് കടത്താൻ വിരോധമൊന്നുമില്ല. വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ അവിടെ സമ്മതം ചോദിക്കേണ്ടതില്ല. കാരണം നേരത്തെ തന്നെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് സമ്മതം ചോദിക്കണം, ഇതിലൊക്കെ സമ്മതമുണ്ട് എന്നറിഞ്ഞാൽ. അത് ഞാൻ വെറുതെ പറയല്ല. ഫീഹി ഇശാറത്തുൻ ഇലാ അന്നഹു ലാ യുഫ്താതു അലാ സൗജി വഗൈരിഹി മിൻ മാലികിൽ ബുയൂതി വഗൈരിഹാ ബിൽഇദ്നി ഫീ അംലാഖിഹിം ഇല്ലാ ബിഇദ്നിഹിം വഹാദാ മഹ്മൂലുൻ അലാ മാ ലാ യുഅലമു റിദാ സൗജി വനഹ്വിഹി ബിഹി ഫൈൻ അലിമത്തിൽ മർഅതു വനഹ്വുഹാ റിദാഹു ബിഹി ജാസാ. അപ്പോൾ ഏതൊരാളും മിൽക്കിലൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞല്ലോ, ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഏതൊരാളും ഒരു മിൽക്കിലുണ്ടെങ്കിൽ അതിൽ കടന്നു വേണമെങ്കിൽ സമ്മതം ചോദിക്കൽ അനിവാര്യമാണ്. ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലായി. എന്നിട്ട് വയ്യ പറയുന്നു, അതിന് ശേഷം പറയാണ്, അതായത് ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിലാണ് ഇങ്ങോട്ട് കടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഭർത്താവിന് സമ്മതമുണ്ടെങ്കിലോ? ഭർത്താവിന് സമ്മതം ഇല്ലെങ്കിലാണ് നിങ്ങൾ ഒരാളെ ഇങ്ങോട്ട് കടത്താൻ പാടില്ല, വീട്ടിലേക്ക് ക്ഷണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതായത് ഭർത്താവിൻ്റെ തൃപ്തി ഇല്ലെങ്കിലാണ് അതിനേക്കാണ് ചുമത്തേണ്ടത്. ഇനി വൈൻ അലിമത്തിൽ ബിഹി ജാസ, ഇന്ന് അവൾക്ക് എന്തുണ്ട്? ഭർത്താവിൻ്റെ തൃപ്തി ഉണ്ട്. ഭർത്താവ് നിങ്ങൾ ആര് വന്നാലും നമുക്ക് സ്വാഗതമാണ്, പ്രശ്നമില്ല, സമ്മതമാണ് എന്ന് ഭാര്യക്കറിഞ്ഞാലോ ജാസ, അനുവദനീയമാണ്. അതുകൊണ്ട് തെറ്റില്ല, അതുകൊണ്ട് കുറ്റവുമില്ല. അപ്പം ആകയാൽ ഒരു വീട് നിയന്ത്രിക്കുന്ന ഭാര്യമാരാണ് വീട്ടിലുണ്ടാകുക. ഭർത്താക്കന്മാർ പുറത്തുണ്ടാകും, ജോലിക്ക് പോയിട്ടുണ്ടാകും, അല്ലപ്പോൾ പ്രവാസികളായ വിദേശത്തുണ്ടാകും. എന്നാലും ആ വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ നമ്മൾ സമ്മതം ചോദിക്കണം. പിന്നെ സമ്മതം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലോ, അത് ഭർത്താവിൻ്റെ സമ്മതം നേരത്തെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അലിമത്ത് അറിഞ്ഞാൽ പിന്നെ എന്താണ്? ജാസ, അനുവദനീയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് മുസ്ലിമിൻ്റെ ഹദീസിൽ പറഞ്ഞതല്ലേ. അതിൻ്റെ വ്യാഖ്യാനം ഇവിടെ പറയാണ്, അങ്ങനെ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റവുമില്ല, ഒരു പ്രശ്നവുമില്ല, ക്ഷണിക്കാം. പക്ഷേ ഇപ്പോൾ ക്ഷണിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ ആവണം, സൂക്ഷിച്ചുകൊണ്ടാവണം. വീട്ടിലേക്ക് വരുന്നവർ എന്തെല്ലാം പിരിവിന് വരുന്ന ആളുകളുണ്ടാവും, അതുപോലെ പിരിവ് നടന്നു പോകുന്ന ആളുകളുണ്ടാകും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും.
വീട്ടിലേക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ആയിരിക്കണം വീട്ടിലേക്ക്. നമ്മളെന്താണ് ഒറ്റയടിക്ക് വാതിൽ തോന്നിട്ട് കയറുമെന്ന് ഒരിക്കലും പറയരുത്. അറിയാത്ത ആളൊക്കെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാലം പതിച്ചു പോയ കാലമാണ്. വളരെ ജാഗ്രതയോടെ ആകണം നീങ്ങേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, ആര് വീട്ടിലേക്ക് കയറുമ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. അതുകൊണ്ട് ഈ നിലക്കാണ് സ്വീകരിക്കേണ്ടതും ഇരുത്തേണ്ടതും, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതും. അറിയാത്ത ആളെ കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്തെങ്കിലും അപകടം വരുത്താൻ സാധ്യതയുണ്ടെങ്കിലോ, നിങ്ങൾ വാതിൽ തുറന്നത് കൊണ്ടല്ലേ, നിങ്ങൾ ആ ഭർത്താവിനോട് ചോദിച്ചിട്ടുമില്ല, നിങ്ങൾ ഒരാൾ വരുമ്പോൾ കയറ്റി എന്നിട്ട് ഇവിടെ അക്രമം നടത്തി എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞ എന്ത് കാര്യമാണ്? അതുകൊണ്ടാണ് ഇസ്ലാം ഓരോന്നിനും ഓരോ വ്യക്തമായ തെളിവുകളിലൂടെ ഇസ്ലാം വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാളെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ പരിശുദ്ധതയിൽ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതൊരാൾ കയറി വരുമ്പോഴും നാം സമ്മതം ഭർത്താവിനോട് ചോദിക്കണം. ഇനി ഭർത്താവിന് സമ്മതം ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് തന്നെ അറിയാലോ, ഇന്ന ആൾ വന്നാൽ നമ്മൾ വീട് ആക്രമിക്കും, നമ്മുടെ വീട്ടിൽ പ്രശ്നമാണ്, എന്നാൽ നിങ്ങൾ അത് തുറക്കേണ്ടത് ഇല്ല. ഇതെല്ലാം സമ്മതത്തോടെ ആവണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത്. വീട്ടിലേക്ക് പല ആളുകളും വന്ന് ആക്രമിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ പത്രത്തിലും ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ, യൂട്യൂബിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ, എല്ലാ വീടും സ്ത്രീകളാണ് ഉണ്ടാകുക. സ്ത്രീകൾ വളരെ ജാഗ്രതയോടെ വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഡോറുകളൊക്കെ തുറക്കുമ്പോഴും ഗേറ്റ് തുറക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസിന് പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ നിലക്ക് ഭർത്താവിന് സമ്മതത്തോടെ ആവണം എല്ലാ കാര്യം ഭാര്യമാർ ചെയ്യേണ്ടത്. ഭർത്താവിന് സമ്മതം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അനുവദനീയമാണ് എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷയത്തിലും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഞാനിത് പറയുന്ന ഒരുപാട് ആളുകൾ കേൾക്കുകയും അത് മറ്റിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഈ മജ്‌ലിസിന് പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഒരുപാട് ആൾ ദുആ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾ ആസിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.